അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. നമുക്ക് ഇന്നത്തെ ഒരു ദിവസം ഏതാണെന്നറിയോ? ഇന്ന് പ്രിയപ്പെട്ട ഹബീബായ നബിയുടെ പുന്നാര മകൾ ഫാത്തിമ ബിയുടെ വഫാത്ത് ദിനം. അതിൻ്റെ ചരിത്രം ഞാൻ പറഞ്ഞുതരാം. ആ ചരിത്രത്തിൽ അവർ ജീവിതത്തിൽ ഹബീബായ നബിയുടെ പുന്നാര മകളായിട്ടും അവരനുഭവിച്ചൊരു വേദനയോളം ഒറ്റപ്പെടലിനോളം പീഡനങ്ങളെക്കാളും വലിയ പീഡനങ്ങളും നമ്മൾ ഏറ്റിട്ടില്ല. കാസർഗോഡ് നിന്ന് ജസീല എന്ന് പേര് 24 വയസ്സുള്ള യുവതി, അതും ഈ റമദാൻ മാസത്തിൽ അള്ളാഹു അവർക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അവരുടെ ഭർത്താവിൻ്റെ അടുത്ത വീട്ടിൽ നിന്നൊരു യുവതി ഇവർക്കെതിരെ പരാതി കൊടുത്തു. എന്തായിരുന്നു പരാതി? മോഷ്ടിച്ചു എന്നായിരുന്നു പരാതി. കഴിഞ്ഞ ആഴ്ചയാണ് സംഭവം. ഇവർ മോഷ്ടാവല്ല, പക്ഷെ എല്ലാവരും കൂടി ഇവരെ മോഷ്ടാവാക്കി. ഇവരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി സ്റ്റേഷനിൽ നിന്ന് ചോദ്യം ചെയ്യൽ, ഇവരെ എല്ലാവരും കൂടി വഷളാക്കി. അപ്പോൾ എല്ലാവരും കൂടി മോഷ്ടാവാക്കി കഴിഞ്ഞതോടുകൂടി സമനില തെറ്റിയിട്ട് അവരെന്തൊക്കെയോ എടുത്ത് കഴിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച ജീവൻ എടുക്കുകയാണെന്ന് പറഞ്ഞ് വല്യമ്മാൻ്റെ വീട്ടിൽ നിന്ന്. പക്ഷേ ഇന്നലെ ഇന്നലെ വൈകിട്ട് അവർ മരണത്തിന് കീഴടങ്ങി. ഇന്നാലില്ലാഹി വ ഇന്നാലി റഹ്മ. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. മോഷ്ടാവാണെന്ന് ഉറപ്പില്ലാതെ ഒരാളെ മോഷ്ടാവാണെന്ന് ചിത്രീകരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമ്പോൾ അയാളെങ്ങാനും മോഷ്ടാവല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഇപ്പം ഈ ഒരു ദിവസം നമ്മൾ വിശുദ്ധ റമദാൻ്റെ ഏറ്റവും പവിത്രമായ ദിവസമാണ് റമദാൻ്റെ 3-ാമത്തെ ദിവസം. ആ 3-ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അത് ആരുടെ വഫാത്ത് ദിനാണ്? അത് ഫാത്തിമ ബീവിയുടെ വഫാത്ത് ദിനം. ഞാനൊരു ചെറിയൊരു ചരിത്രം ഞാൻ പറയാം. ഫാത്തിമ ബീവി ജീവിച്ചിരിക്കുമ്പോൾ അനുഭവിച്ചൊരു വേദനയും ഒറ്റപ്പെടലും ഉണ്ട്. ജീവിച്ചിരിക്കുന്നൊരു സമയത്ത് ചരിത്രം പോലും അവരോട് കാണിച്ചൊരു അനീതി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മളൊക്കെ കണ്ണിലൊക്കെ കാണും ഫാത്തിമ ബീവി, അലി റളിയല്ലാഹു അൻഹു മക്കൾ ഹസൻ ഹുസൈൻ. ഈ 2 പേര് വലിയൊരു ഉസ്താദ് ഫാത്തിമ ബീവിയുടെ അനുസ്മരണമായിട്ട് എഴുതിയ ലേഖനത്തിൽ പോലും ഈ 2 മക്കളെ പറയുന്നുള്ളൂ. എവിടെ സൈനബ ബീവി? സൈനബ് റളിയല്ലാഹു അൻഹ ഇവരുടെ മകളല്ലേ? ഉമ്മു കുൽസും എന്ന മകനെക്കുറിച്ച് എന്താ മിണ്ടാത്തത്? മുഹ്സിൻ എന്നൊരു മകനെക്കുറിച്ച് എന്താ മിണ്ടാത്തത്? ഇങ്ങനെ അനീതി ലഭിക്കപ്പെട്ട മറ്റൊരു യുവതി ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല. അള്ളാഹിൻ്റെ ഹബീബായ റസൂലുള്ള അത്രയും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു മകളായിരുന്നു ആര്? ഫാത്തിമ ബീവി. ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹുവിനോട് ഫാത്തിമ ബീവി പറയാണ്, ഞാനൊരു യാത്ര പോവുകയാണ് അലിയോരെ. എപ്പോഴും വീട്ടിലേക്ക് വരുമ്പോൾ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന ഫാത്തിമ ബീവി അന്ന് വലിയ സന്തോഷത്തിലല്ല. അലി റളിയല്ലാഹു അൻഹു ഭർത്താവ് ചോദിക്കണം, എന്താ എൻ്റെ പ്രശ്നം? ഞാനൊരു യാത്ര പോവാണ്. ഈ മക്കളായി ഞങ്ങളോട് പറയാതെയുള്ളൊരു യാത്രയോ? ഞങ്ങളിതവിടെ ഹസൻ ഉണ്ട്, ഹുസൈൻ ഉണ്ട്, മുഹ്സിൻ ഉണ്ട്, ഉമ്മു കുൽസൂം ഉണ്ട്, സൈനബ് ഉണ്ട്. സൈനബ് എന്നൊക്കെ പറഞ്ഞാൽ ഹബീബായ നബിയുടെ പ്രിയപ്പെട്ട മോള് സൈനബ ബീവിൻ്റെ മുറിച്ച മുറിയായിരുന്നു അത്. അതുകൊണ്ട് നബി മടിയിൽ കൊടുത്ത പേരാണ് സൈനബ്. അതേപോലെ ഉമ്മു കുൽസൂം കണ്ടാൽ ശരിക്ക് വല്യമ്മ ഖദീജ തന്നെ. ഉമ്മു കുൽസൂം എന്ന് നബിക്ക് അത് പേരിടാൻ കാരണം ഖദീജയുടെ അതേ മുഖഭാവമുള്ള ഒരു മകളായിരുന്നു ഉമ്മു കുൽസൂം. പിന്നെ അത് മുഹ്സിൻ. പക്ഷേ നമ്മൾ ഈ പേരുകളൊക്കെ നമ്മൾ ഒഴിവാക്കി. കാരണം അത് ഒഴിവാക്കിയതിൻ്റെ പിന്നിലൊക്കെ വേറെ കഥയുണ്ട്. അവരുടെ കഥ നമ്മൾ പറയേണ്ടി വരും. മുസ്ലിം സമൂഹം അവരോട് കാണിച്ച വഞ്ചനയുടെയും ചതിയുടെയും കഥ കൂടി നമ്മൾ പറയേണ്ടി വരും. ചരിത്രം അവിടെ നിർത്തി. ഇങ്ങനെയൊക്കെ പീഡനങ്ങളേറ്റ ഫാത്തിമ ബീവിയുടെ ഒരു കഥ. ഫാത്തിമ ബീവി അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ യാത്ര പോവാണ്, ഒരിക്കലും തിരിച്ചു വരാത്തൊരു യാത്ര. ഒരൊറ്റ ഉപദേശമേ ഉള്ളൂ, ഒരാൾക്കും എൻ്റെ മയ്യത്ത് കാണിച്ചു കൊടുക്കരുത്. ആ അവസ്ഥയിലേക്ക് ഫാത്തിമ ബീവി എത്തിച്ച ഒരുപാട് കാരണങ്ങളുണ്ട്. ആ വീടിന് ഒരു വിഭാഗം ആളുകൾ തീ കൊടുത്തു. ഒരല്പം പോലും ഹബീബായ റസൂലുള്ളാഹിയോടുള്ള സ്നേഹമില്ലാത്ത മുസ്ലിം എന്ന് പറയുന്നൊരു വിഭാഗം. ഫാത്തിമ ബീവിയുടെ ആ വേദന അലി റളിയല്ലാഹു അൻഹു അറിയാം. ആരും അറിയാതെ രാത്രിയിൽ കബറടക്കേണ്ടി വന്നു. പല പ്രമുഖർ വന്നിട്ട് പോലും വീട്ടിലേക്ക് കയറ്റരുത് എന്ന് പറഞ്ഞിരുന്നതാ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രിയപ്പെട്ട മകളായിരുന്നു ഫാത്തിമ ബീവിക്ക് കൂട്ടിനുണ്ടായിരുന്നത്. അങ്ങനെ ചരിത്രത്തിൽ ഒരുപാട് തുല്യതയില്ലാത്ത വേദനകൾ അനുഭവിച്ചൊരു ബീവിയുണ്ട് നമുക്ക്, ഫാത്തിമ ബീവി. ആ ഫാത്തിമ ബീവിക്ക് ഓർക്കുമ്പോൾ ഈ അസ്നയും ജസീലയൊക്കെ അനുഭവിച്ച വേദന ഒന്നുമല്ല. നമ്മൾ മരണശേഷം, വഫാത്തിന് ശേഷം അവരുടെ ഖബർ അന്ന് ആദ്യം എവിടെയാണെന്ന് അറിയുമായിരുന്നില്ല. കാരണം ഒരുപാട് ഖബറുകൾ ഒരുക്കി. ആ ഖബറിനോട് ഒരു പക്ഷെ അനീതി കാണിക്കണ്ടെന്ന് കരുതിയിട്ട് പിന്നീട് ഖബർ കണ്ടെത്തിയിട്ട് ആ ഖബറിൻ്റെ മുകളിൽ മനോഹരമായുള്ള ഒരു നിർമ്മാണമുണ്ടായിരുന്നു. പക്ഷേ ഇത്തരം നിർമ്മാണങ്ങളൊക്കെ പാടില്ലെന്ന് പറയുന്ന ഒരു വിഭാഗം അധികാരത്തിലേറിയപ്പോൾ ആ കെട്ടിടങ്ങളൊക്കെ തകർത്തു. ഇന്ന് അവിടെ ചെറിയൊരു കല്ലിൻ്റെ ഒരു അടയാളമുണ്ട്. ഹജ്ജിന് ഉംറക്ക് പോയ ആളുകളൊക്കെ അവിടെ പോയിട്ടുണ്ടാവും. പടച്ച റബ്ബേ, ഫാത്തിമ ബീവിയുടെ ചരിത്രം നമുക്ക് നൽകുന്നൊരു പാഠം. ജീവിച്ചിരിക്കുമ്പോൾ വേദന, മരണശേഷം ഒരു സ്വർഗത്തിൽ ഉന്നത സ്ഥാനത്ത്, മാഷാ അല്ലാഹ്, ആ ഒരു സന്തോഷം എന്തായിരിക്കില്ലേ? ഫാത്തിമ ബീവി നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്നൊരു കാഴ്ച. നമ്മളൊക്കെ എന്ത് വേദന അനുഭവിക്കുമ്പോൾ ഓർക്കുക, നമ്മളെ സ്വീകരിക്കാൻ ഫാത്തിമ ബീവി ഉണ്ടാവും. കാരണം ജിബിരി അലൈഹിസ്സലാം കൊടുത്തൊരു ഓർഡറാണ് ഈ ഉമ്മത്തിന് ഷഫാഅത്ത് നൽകാൻ നിങ്ങൾക്ക് അള്ളാഹു അനുമതി കൊടുത്തിരിക്കുന്നു എന്നുള്ളത്. അങ്ങനത്തെ ഫാത്തിമ ബീവി, ആ ഫാത്തിമ ബീവിയുടെ ദിവസം
നമ്മൾ ഓർക്കുക, നമ്മുടെ ലൈഫിൽ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും പടച്ചറബേ, ഇങ്ങനെയൊരു തീരുമാനം, ജീവിതം അവസാനിപ്പിക്കാനുള്ള തീരുമാനം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. പരമാവധി നമ്മളത് ഫാത്തിമ ബിവി ഓർക്കുക. നമ്മളെ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. എത്രയും സുന്ദരിയായൊരു പെൺകുട്ടിയായിരുന്നു. 29 വയസ്സെങ്ങാനെ മരണപ്പെടുമ്പോൾ ഫാത്തിമ ബിവിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അസുഖം പിടിച്ചതൊന്നുമല്ല. ഹബീബായ നബി പറഞ്ഞില്ലേ, കരഞ്ഞു ഹബീബ നബി അരികിലേക്ക് വന്നപ്പോൾ. പിന്നെ ചിരിച്ചു, ചോദിച്ചു എന്തിനാ കരഞ്ഞത് എന്നുള്ളത്. അത് ഇതൊക്കെ പറഞ്ഞുകൊണ്ടാ, നിൻ്റെ ജീവിതം ഇങ്ങനെയായിരിക്കും, ഞാൻ പോകുകയാണ്, ഞാൻ പോയിട്ട് വൈകാതെ നീ എൻ്റെ അരികിലേക്ക് എത്തുമെന്ന് പറഞ്ഞപ്പോൾ അതൊരു വല്ലാത്ത സന്തോഷമായി. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇതാക്കി ചിത്രീകരിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ വേദനിക്കുന്ന കഥകളാണ്. എന്താ നമ്മുടെ മിക്ക ഉമ്മമാരോടും ചോദിച്ചു നോക്കുക, ഫാത്തിമാബിയുടെ മക്കൾ ഹസൻ ഹുസൈൻ്റെ കഥ കേൾക്കാം. എന്താ ഈ മക്കളെ പറയാതെ പോയത്? സൈനബിനെയും ഉമ്മുകുൽസൂമിനെയും മുഹ്സിനെയൊക്കെ ചരിത്രത്തിൽ കാണാം. ആ കുടുംബത്തെ വേട്ടയാടിയപ്പോൾ ധീരമായിട്ട് മുസ്ലിം ഭരണാധികാരികളോട് ചങ്കൂറ്റത്തോടെ തുറന്ന് സംസാരിച്ച ധീരയായ പെൺകുട്ടിയായിരുന്നു സൈനബ് റളിയല്ലാഹു അൻഹ. എൻ്റെ ഈ കഥകൾ നമ്മൾ മൂടി വെക്കണത് എന്തിനാണ്? ഭരണാധികാരിയുടെ മുഖത്ത് നോക്കിയിട്ട് ധീരതയോടുകൂടി അക്രമിയായ ഭരണാധികാരിയുടെ മുൻപിൽ നീതിക്ക് വേണ്ടി സംസാരിക്കുന്നതാണ് യഥാർത്ഥ ജിഹാദ് എന്ന് പഠിപ്പിച്ച ഹബീബായ നബി. അത് ചെയ്ത ഒരാളാണ് സൈനബ്. അവിടെ ഇങ്ങനെ കിടന്ന് ഡിപ്ലോമാറ്റിക് സംസാരം നടത്തിയിട്ട് വെല്ല കിടന്ന് വഴുതിപ്പോവലല്ല. ഫാത്തിമ ബിവിയുടെ സ്വർഗത്തിൽ അള്ളാഹു നമ്മളെയും പ്രവേശിപ്പിക്കട്ടെ. ഞാനിന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വാചകമുണ്ട്, എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് ഈ മകൾ എന്നുള്ളത്. ഏത് മകളെക്കുറിച്ചാണ് എൻ്റെ കരളിൻ്റെ കഷ്ണമാണെന്നുള്ളത് ഹബീബ നബി പറഞ്ഞതെന്നുള്ളതാണ് ചോദ്യം. നബിക്ക് ഒരുപാട് പെൺകുട്ടികളുണ്ട്, ഇതിലേത് മകളെക്കുറിച്ചാണ് നബി ഇങ്ങനെ പറഞ്ഞത്? നമ്മൾ ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, തറാവീഹ് നമസ്കാരം എത്ര റക്അത്താണ്? 20 റക്അത്താണ് എന്നുള്ളതാണ് പ്രബല അഭിപ്രായം. മദ്ഹബിൻ്റെ 4 ഇമാമുകളും ആ അഭിപ്രായത്തിലാണ്. ഒരു വിഭാഗം ആളുകൾ 8 പറയുന്നുണ്ട്. എന്തായാലും തറാവീഹ് ഉണ്ടല്ലോ, അൽഹംദുലില്ലാ, സന്തോഷം. അതെന്നെ നിസ്കരിക്കാത്തവരും അതെന്നെ ഇല്ല എന്ന് പറയുന്ന വാദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ചോദ്യത്തിന് ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.